بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد حاه الرحمة وميمي الملك ودار الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير أما بعد فإنه كان رسول الله صلى الله عليه وسلم أجود الناس يا سيد السادات جئتك قاصدا أرجو هماك فلا تخيب مقصدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك سعدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يقتدي ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ധർമ്മിഷ്ഠനായി ജീവിച്ചു, ധനികനായി മരിച്ചു. വഫാത്തിൻ്റെ ശേഷവും ആ ധർമ്മം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം ഖാദി ഇയാദ് അവരുടെ ലോകപ്രശസ്തമായ ശിഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹിന് വേണ്ടി അവരുണ്ടാക്കിയ കിതാബിൻ്റെ പേരാണ് ശിഫ. ആ ശിഫയിൽ അവർ 1-ാം ജുസിൽ പറയാണ്, ഒരു ലോകത്ത് ഒരു മനുഷ്യനിക്ക് എന്തെല്ലാം സ്ഥാനമാനങ്ങളായി മദ്ഹുകളായി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി തങ്ങൾക്ക് ഉണ്ടാകുന്ന ദാത്തിയായ ഷറഫ്. പണം കൊണ്ട് മറ്റുള്ളത് കൊണ്ട് ലഭിക്കുന്ന ഷറഫുകൾ അതെല്ലാം പ്രദേശം പറയാണ്. പിന്നീട് وأما الضرب الثالث فهو ما تختلف الحالات في التمدح به والتفاخر بسببه والتفضيل لأجله ككثرة المال. പണം അധികരിക്കൽ പോലെയുള്ള അതുകൊണ്ട് ഒരാൾക്ക് മദ്ഹ് ചെയ്യലും മദ്ഹ് ചെയ്യാതിരിക്കലും വ്യത്യസ്തമായി വരും. ആ പണം കൊണ്ട് അയാൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്. അങ്ങനെയുള്ള വിഷയം നബി തങ്ങൾക്ക് ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. ഖാദിയാദ് പറയാണ്, പൊതുവെ പണമുള്ള ഒരാൾ പൊതുജനങ്ങളുടെ അടുക്കൽ നിലവാരവും ആദരവും ലഭിക്കുന്നവനാണ്. പൊതുജനങ്ങളുടെ അടുക്കൽ പണമുണ്ടാവണം, അവർക്ക് നിലവാരം ഉണ്ടാവും. എന്തുകൊണ്ട്? സാധാരണക്കാർ മനസ്സിലാക്കുന്നത് പണമുണ്ടായിക്കഴിഞ്ഞാൽ സ്വയം കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യാം, അവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം അവനക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ നിർവഹിക്കാം. അങ്ങനെ സ്വയം ആവശ്യങ്ങൾ അതുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നത് കൊണ്ട് പണം നല്ലതാണ്, പണമുള്ളവർക്ക് ആദരവുണ്ടാകും, അതുകൊണ്ട് പണം സമ്പാദിക്കണമെന്ന ചിന്താഗതിക്കാരാണ് അധിക പേരും. ഇങ്ങനെ സ്വയം ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന നിലക്കല്ലാതെ സ്വന്തം പണം എന്ന നിലക്ക് അതിനൊരു പ്രത്യേകതയില്ല. ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് പണം കൊണ്ടുള്ള ലക്ഷ്യമുള്ളത്. അപ്പോൾ ഒരാൾ പണമുള്ളവനായി അത് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവനും അതുകൊണ്ട് അതിനെ ചെലവഴിക്കേണ്ട ഭാഗത്തേക്ക് ചെലവഴിക്കുന്നവനുമാണെങ്കിൽ
അവൻ്റെയും അവൻ്റെ ആവശ്യക്കാർ മുമ്പിൽപ്പെട്ടാൽ അവരുടെ ആവശ്യവും നിറവേറ്റി കൊടുക്കുമെങ്കിൽ ഓരോരോ സമയത്തും പണം ചെലവഴിക്കേണ്ട ഘട്ടം വരുമ്പോൾ അത് ചെലവാക്കുന്നവനുമാണെങ്കിൽ അവൻ ദുനിയാവിൻ്റെ അഹ്ലുകാരടുക്കൽ അവൻ വലിയ ആളാണ്. കാന ഫളിയത്തം ഫീ സാഹിബിഹി ഇൻദ അഹ്ലി ദുനിയ. ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളവർക്ക് സ്വയം ആവശ്യങ്ങൾക്കും ആവശ്യക്കാർക്കും പണം ചെലവഴിക്കുകയാണെങ്കിൽ അഹ്ലു ദുനിയൻ്റെ അടുക്കൽ നിലവാരമുള്ളവനാണ്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മാതിരി ഉജൂഹുൽ ബിർറിൽ ചെലവഴിച്ചു, ഖൈറിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ചു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആഗ്രഹിച്ചത്, ദാറുൽ ആഖിറയാണ് ലക്ഷ്യം വെച്ചത് എങ്കിൽ കാന ഫളീലത്തൻ ഇൻദൽ കുല്ലി ബികുല്ലി ഹാൽ. അപ്പോൾ ദുന്യവിയായ ലക്ഷ്യം വെച്ച് ചെലവാക്കുകയാണെങ്കിൽ ദുന്യാവിൻ്റെ അയൽക്കാരെടുത്ത് അവനിക്ക് നിലവാരമുണ്ട്. നേരെ മറിച്ച് ദുന്യവിയായ ലക്ഷ്യമില്ല, ഉഖ്റവിയായ ലക്ഷ്യമാണുള്ളത്, ആവശ്യത്തിന് മുഴുവനും ചെലവാക്കുകയാണെങ്കിൽ എല്ലാവരും ഓനെ മദ്ഹ് ചെയ്യും. കാരണം അവൻ്റെ മനസ്സെന്താണല്ലോ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അതോടുകൂടെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും സ്വാലിഹീങ്ങളും ഓനെ മദ്ഹ് ചെയ്യും, ജനങ്ങൾ പൊതുവെയും മദ്ഹ് ചെയ്യും. നേരെ മറിച്ച് ഒരാളെടുത്ത് ധാരാളം പണമുണ്ട്, ആ പണത്തെ അവൻ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഓൻ ചെലവഴിക്കുന്നില്ല, ഓൻ്റെ സ്വന്തം കാര്യത്തിന് പോലും ഓൻ ചെലവഴിക്കുന്നില്ല, ഓൻ ചെലവെടുക്കേണ്ടവർക്ക് കൊടുക്കുന്നില്ല, മറ്റുള്ളവർക്ക് മുറിയായോർത്ത് ഉപ്പ് തേക്കുന്നില്ല. എന്നാൽ പണം സമ്പാദിക്കാൻ വേണ്ടി അവൻ നെട്ടോട്ടമോടുന്നവനാണ്, എത്ര കിട്ടിയിട്ട് അവൻ തൈണുമില്ല. അതുകൊണ്ടുള്ള ഒരു ലക്ഷ്യവും അവനിക്ക് നടത്താൻ കഴിയുന്നില്ല. അവൻ പണം എന്നുള്ള ഭ്രാന്തല്ലാതെ, അത് സമ്പാദിക്കാനുള്ള താല്പര്യമല്ലാതെ, അത് അട്ടിയായി വെക്കണമെന്നല്ലാതെ അവൻ ചെലവഴിക്കുന്നില്ലെങ്കിൽ ലം യഖ്ഫി ബിഹി അലാ ജദദിസ് സലാമ, ആ പണം കൊണ്ട് അവൻ രക്ഷയുടെ വഴിയിലേക്ക് അവൻ എത്തിപ്പെടൂല. ബൽ ഔഖഅഹു ഫീ ഖുവ്വത്തി റദീലത്തിൽ ബുഖ്ലി വമദിമ്മത്തിൻ നദാലത്തി. അവനിക്ക് അത് കാരണമായിട്ട് അവൻ വെറും പിഷ്കനാണെന്നുള്ള പേരും ബഖീൽ തരത്തിൻ്റെ പാതാളത്തിലേക്ക് അവൻ വീണവനാവുകയും ചെയ്യുമെന്നല്ലാതെ ഒരു നിലവാരവും അവനിക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പണം സ്വയം അതിനിക്ക് നിലവാരമില്ല. പണത്തിൻ്റെ നിലവാരം ആ പണത്തിനെ ചെലവഴിക്കുന്നത് കൊണ്ട് നോക്കിയിട്ടും അത് ഉപകരിക്കുന്നത് കൊണ്ട് നോക്കിയിട്ടുമാണ്. ഈ പറഞ്ഞ പണം ധാരാളം സമ്പാദിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഓൻ എന്നെന്നും ഫക്കീറായി വരും. അവൻ ഫക്കീറാണ്. കാരണം ഓൻ്റെ ഒരു കാര്യം നടക്കണില്ലല്ലോ, ഓന് പണം ചെലവാക്കാൻ വേണ്ടി ഓനക്ക് കഴിയണില്ലല്ലോ, ശരിക്കൊരു ഭക്ഷണം ഓൻ കഴിക്കുന്നില്ലല്ലോ, ശരിക്കും ഓൻ ഒരു നിലക്കും ഉപയോഗപ്പെടുത്തുന്നില്ല, ആർക്കും കൊടുക്കണമില്ല. ഓൻ യഥാർത്ഥത്തിൽ ഫക്കീറാണ്. ഏത് പ്രകാരം മറ്റൊരാളെ പണം സൂക്ഷിക്കുവാൻ വേണ്ടി ഒരാളെടുത്ത് കൊടുത്തവൻ്റെ മാതിരിയാണ്. മറ്റൊരാളെ പണം കാവൽ നിൽക്കുന്നവനിക്ക് എന്ത് കിട്ടും? ബാങ്ക് കാവൽ നിൽക്കുന്ന ബാങ്കിൻ്റെ സെക്യൂരിറ്റിക്ക് എന്ത് കിട്ടും എന്ന മാതിരി അല്ലാതെ ഇവനിക്ക് അതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരാളും ഓനെ മത് കഴിയൂല. ഫൽമുൻഫിഖു മലിയുൻ വനിയും ബിതഹ്സീലിഹി ഫവായിദൽ മാ. അപ്പം ആവശ്യമുള്ള നിലക്ക് ആവശ്യമുള്ളോടത്ത് ചെലവഴിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുതലിൻ്റെ ഗുണം അറിയുന്നവനും, അവനാണ് യഥാർത്ഥത്തിൽ ധനികനായ ആക്കക്കാരൻ. വഇല്ലം യബ്ഖ ഫീ യദിഹി മിനൽ മാലി ശൈഉൻ, മുഴുവനും കൊടുത്തു തീർത്തു, ഒന്നും അവനടുത്ത് ബാക്കിയില്ല നോക്കുക, എന്നാലും അമ്പത് ചെയ്യപ്പെടുന്നവനാണ്. ഇങ്ങനെ ഈ ഒരു മുഖദ്ദിമ പണത്തിൻ്റെ വശങ്ങൾ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് പറയാണ്, ഫൻദുർ സീറത നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖുലുഖഹു ഫിൽ മാലി തജിദുഹു ഖദ് ഊതിയ ഖസാഇനൽ അർളി വമഫാതീഹൽ ബിലാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒന്നുക വാ. മുതലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നും നോക്ക്. അപ്പോൾ നിനക്ക് തിരിയും. ഖസാഇനുൽ അർള് നബി തങ്ങളുടെ അടുക്കലായിരുന്നു. ബിലാദിൻ്റെ ചാവികൾ മുഴുവനും നബി തങ്ങളുടെ അടുക്കലായിരുന്നു. നബി തങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മഫാതീഹുൽ അർളിൻ്റെ, മഫാതീഹുൽ ബിലാദിൻ്റെ, മഫാതീഹുൽ ഖസായിൻ നബി തങ്ങളുടെ അടുക്കലുണ്ടായത് അത് ചില സമയത്ത് മുഅ്ജിസത്തിൻ്റെ വഴിയിൽ കൂടെ ഉപയോഗിക്കുമെങ്കിൽ
ഓരോരോ മുതലും തന്നെ നബി തങ്ങൾ എടുക്കലുണ്ടായിരുന്നു. രണ്ട് വശമാണത്. ഒന്ന്, നാം ഉദ്ദേശിച്ചത് മുഅ്ജിസത്ത് കൊണ്ട് വർദ്ധിപ്പിക്കുക. വേറൊന്ന്, ലോകത്തിൻ്റെ തന്നെ, ഭൂമിയുടെ തന്നെ ഖജനാവ് നബിയുടെ അടുക്കലുണ്ടായിരുന്നു. അതിന് ഉദാഹരണം പറയാണ്. ഏതൊക്കെ നബി തങ്ങൾക്കുണ്ടായിരുന്ന ഖജനാവുകൾ നമുക്ക് ആലോചിച്ച് നോക്കാം. ഖാദി ഇയാദ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹില്ലത്ത് ലഹുൽ ഗനായിം, ഗനീമത്ത് സ്വത്തുക്കൾ നബി തങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. അത് നബിയല്ലാത്ത നബിൻ്റെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും ഗനീമത്ത് സ്വത്ത് അനുവദിക്കപ്പെട്ടിരുന്നില്ല, ഹലാലാക്കപ്പെട്ടിരുന്നില്ല. വഫുതിഹ അലൈഹി ഫീ ഹയാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാദുൽ ഹിജാസ്. നബി തങ്ങളുടെ ഭരണപ്രദേശങ്ങളാണ് പറയാൻ പോണത്. നബി തങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ ഹിജാസ് മുഴുവനും, മക്ക, മദീന, ത്വായിഫ് ഉൾക്കൊള്ളുന്ന സ്ഥലത്തിലാണ് ഹിജാസ്. അത് മുഴുവനും നബി തങ്ങൾ അടുക്കലായിരുന്നു. നബി തങ്ങൾ അതിൻ്റെ ഭരണാധികാരിയായിരുന്നു. വൽ യമനി, യമൻ നബി തങ്ങളുടെ കീഴിലായിരുന്നു. വജമീഉ ജസീറത്തിൽ അറബ്, അറബി ജസീറ, അറേബ്യൻ ഗൾഫ്, അത് മുഴുവനും നബി തങ്ങൾ അടുക്കലായിരുന്നു. ഷാമിൽ നിന്ന് ജസീറത്തുൽ അറബിനോട് അടുത്ത് വരുന്ന ഭാഗങ്ങൾ നബി തങ്ങൾ അടുക്കലായിരുന്നു. വൽ ഇറാഖി, പേർഷ്യയിലുള്ള ഇറാഖ് നബി തങ്ങൾക്ക് കീഴടങ്ങിയിരുന്നു. നേരെ ഇറാനൊക്കെ പിന്നെ ഉമർ ഖത്താബിൻ്റെ കാലത്തും മറ്റുള്ള പിൽക്കാലത്തുമാണ് ആക്കുന്നത് കീഴടങ്ങുന്നത്. ഇത്രയും പ്രദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ഭരിച്ചിരുന്ന നാടുകളാണ്. ഒന്നും കൂടിയും ആവർത്തിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലുള്ള നാടുകൾ: ഒന്ന്, ഹിജാസ് മുഴുവനും, യമൻ, ജസീറത്തുൽ അറബ്, അറേബ്യൻ ഗൾഫ്, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഷാമിലെ കുറേ ഭാഗങ്ങൾ, ഇറാഖ് മുഴുവനും നബി തങ്ങൾ അടുക്കലായിരുന്നു. വജുലിബത്ത് ഇലൈഹി മിൻ അഖ്മാസിഹാ വജിസിയതിഹാ വസദഖാതിഹാ. ഈ പറയുന്ന നാടുകളിൽ നിന്നെല്ലാം നബി തങ്ങൾ ഗവർണർമാർ അയച്ചു, അമീറന്മാർ അയച്ചു. അതിൽ നിന്നുള്ള സ്വത്തുക്കളുടെ ഹുംസുകൾ, 5/1, അതിലുള്ള ജിസിയകൾ, മുസ്ലിമാവാത്ത ആളുകൾ ഇസ്ലാമിൻ്റെ ഭരണസ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി അവർ നൽകുന്ന ഒരു വാർഷിക നികുതി. പ്രായപൂർത്തിയായതായ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒന്നാണ് ജിസിയ, കുട്ടികൾക്കില്ല, സ്ത്രീകൾക്കില്ല. ആ ജിസിയ അവർക്ക് ഇസ്ലാമിൻ്റെ ഭരണവും സൗകര്യവും പോലീസും ഉദ്യോഗസ്ഥരും എല്ലാം ചെയ്തു കൊടുക്കൽ അവർ നൽകേണ്ട വ്യക്തിപരമായി നൽകേണ്ട സമ്പത്തിനേക്കാണ് ജിസിയ എന്നറിയാം. വോ സ്വതക്കാത്തിഹ, അവിടെ നിന്ന് ലഭിക്കുന്ന സ്വതക്കകൾ, സക്കാത്തുകൾ, മറ്റു വല്ലതും കിട്ടുന്ന ഫൈകൾ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരപ്പെടലുണ്ട്. മാലാ യുജ്ബാലിൽ മുലൂക്കി ഇല്ലാ ബഅ്ളഹു, മറ്റ് രാജാക്കന്മാർക്ക് അതിൽ നിന്ന് വളരെ ചുരുങ്ങിയതേ ലഭിക്കുള്ളൂ. മറ്റ് രാജാക്കന്മാർക്ക് സാധാരണഗതിയിൽ നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന അത്രയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അക്കാലത്ത് നബി തങ്ങൾക്ക് ബഹ്റൈനിൽ മാത്രം 1,80,000 ദിർഹം കൊണ്ടുവന്നിരുന്നു. ഏറ്റവും വലിയ പണം അതായിരുന്നു. എന്നിട്ടോ വഹാദഹു ജമാഅത്തും മിനൽ മുലൂക്കി മിൻ മുലൂക്കിൽ അകാലീം, ഓരോരോ പ്രദേശങ്ങളുടെ രാജാക്കന്മാർ നബി തങ്ങൾക്ക് ധാരാളം ഹദിയയായി കൊടുത്തയച്ചു. അതൊന്നും നബി തങ്ങൾ സ്വന്തമായി തിരഞ്ഞെടുത്തില്ല, നബി തങ്ങൾ സ്വന്തമായി നീക്കിച്ചില്ല. വല അംസക മിൻഹു ദിർഹമ, ഒരു ദിർഹം പോലും നബി തങ്ങൾ അത് പിടിച്ചു വച്ചില്ല. ബൽ സ്വറഫഹു മസാരിഫഹു വഅഗ്നാ ബിഹി ഗൈറഹു വഖവ്വാ ബിഹിൽ മുസ്ലിമീൻ. നിങ്ങൾ ചെയ്ത പണി എന്താ? ഓരോന്നും ചെലവഴിക്കേണ്ട ഭാഗത്തേക്ക് ചെലവഴിച്ചു. അതുകൊണ്ട് മറ്റുള്ളവരെ ധനികരാക്കി, മുസ്ലിം സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഇതിനൊക്കെ നബി തങ്ങൾ ഉപയോഗിച്ചത്. വഖാല, നബി തങ്ങൾ പറഞ്ഞു, മാ യസുറുനി അന്നലി ഉഹുദൻ ദഹബ യബീതു ഇൻദി മിൻഹു ദീനാറുൻ ഇല്ലാ ദീനാറുൻ അർസുദുഹു ലിദൈനി. എന്നെ സന്തോഷിപ്പിക്കൂല. നബി തങ്ങളെ സ്വഭാവം മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് മതി. സഹിയായ ഹദീസാണ്, ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. നബി തങ്ങളെ ഈ ഒരു പ്രയോഗം, ഒരു പ്രഖ്യാപനാണിത്.
എനിക്ക് സന്തോഷമാവൂല. ഉഹുദ് മല മുഴുവനും സ്വർണമാവി. ഉഹുദ് മല എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്റർ നീളത്തിൽ, ഏകദേശം വലിയ 2-2.5 കിലോമീറ്ററോളം വീതിയിലായി ചെറിയ ചെറിയ കുന്നും മലകളുമായി കിടക്കുന്ന വലിയ പർവ്വതങ്ങളാണ്. അതിൻ്റെ മുകളിൽ തന്നെ പല മലകളുണ്ട്. അത്രയും വലിയ ഉഹുദ് മല മുഴുവനും സ്വർണമായി. അതെന്നെ സന്തോഷിപ്പിക്കൂല. യബീതു ഇന്ദി മിൻഹു ദീനാറുൻ, 1 ദീനാർ എൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. രാത്രി ബാക്കിയാകുകയാണെങ്കിൽ 1 പകലോട് ഞാൻ കൊടുത്തു വിട്ടും. ഇല്ലാ ദീനാറുൻ അർസുദുഹു ലിദൈനി, എനിക്ക് കടമുണ്ടെങ്കിൽ കടം വീട്ടാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ദീനാർ ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ 1 ദിവസം കൊണ്ട് ഞാൻ കൊടുത്തു വിട്ടാതെ എനിക്ക് സന്തോഷമാവില്ല. പ്രഖ്യാപനമാണത്. ഇന്നത്തെ കാലത്ത് ഒരാളെ അടുത്ത് വല്ല പൈസയും കിട്ടിയാൽ, പൊതുഖജനാവുകളെ പൈസ കിട്ടിയാൽ തീരുമാനം എടുക്കണമെങ്കിൽ 4 കൊല്ലം എടുത്ത് വെക്കണം. റസൂലുള്ളാഹിന്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടതാണ്. ഉഹുദ് മല മുഴുവനും സ്വർണമായിട്ട് 1 രാത്രി ഞാൻ അതിൽ വെച്ച 1 ദീനാർ കടത്തിന് വേണ്ടി എടുത്ത് വെച്ചല്ലാത്ത എൻ്റെ അടുത്തിട്ട് എനിക്ക് സന്തോഷമാവില്ല, കൊടുത്താലേ സന്തോഷമാവുള്ളൂ. അതിനൊരു ഉദാഹരണം കണ്ടുതരാ. മറത്ത, ഒരു സമയം നബി തങ്ങൾക്ക് ധാരാളം ദിർഹമുകൾ വന്നു. ഫഖസ്സമഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനും ഓഹരി ചെയ്തു. വബഖിയത് മിൻഹാ 6 ഫദഫഅഹാ ലിബഅദി നിസായി, 6 റിവായത്തുകാരെ 6 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അത് ബാക്കിയായി. അത് നബി തങ്ങളെ ഭാര്യൻ്റെ അടുത്ത് എടുത്തു കൊടുത്തു. ഏതോ ഒരു ഭാര്യൻ്റെ അടുക്കൽ, ആയിഷ ബീവിയാണെന്നാണ് റാജിഹ് റിവായത്തിൽ വന്നിട്ടുള്ളത്. ഫലം യഖുദുഹു നൗമുൻ ഹത്താ ഖാമ വഖസമഹ, അന്ന് നബി തങ്ങൾക്ക് ഉറക്ക് വന്നില്ല. നബി തങ്ങൾ എഴുന്നേറ്റു, അത് ഓഹരി ചെയ്തു. അപ്പോൾ പകല് വന്നതായ ദീനാറ് അത് ഓഹരി ചെയ്തിട്ട് ബാക്കിയായ 6-7 അതവിടെ ഭാര്യൻ്റെ അടുത്ത് കൊടുത്തു. രാത്രിയായപ്പോൾ നബി തങ്ങൾക്ക് ഓർമ്മ വരികയാണ്, നബിൻ്റെ രോഗത്തിലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയെ വിളിച്ച് ചോദിക്കുകയാണ്, എന്ത് ചെയ്തു അത്? എനിക്ക് നിങ്ങളെ രോഗം കൊണ്ട് സ്വലായത് കാരണം ചിലവാക്കാൻ കഴിഞ്ഞില്ല നബിയെ. അതിന് മറുപടി പറയാണ്, ഒരു നബി ഈ ഒരു 6 ദിർഹം ഇവിടെ വീട്ടിൽ വെച്ച് അള്ളാഹനെ അങ്ങനെ കണ്ടെത്തിക്കും. 6 ദീനാർ കണ്ടുവച്ചിട്ട് അള്ളാഹനെ അങ്ങനെ കണ്ട്, എന്താ നബിൻ്റെ ആഗ്രഹം? എന്താ മാ അള്ളന്നു നബിയൻ, ഈ നബിൻ്റെ ചിന്ത എന്താണ്? ഇങ്ങനെ നബിമാർക്ക് ഇങ്ങനെ വിട്ടുപാത്തക്കാൻ പറ്റുമോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് രാത്രി തന്നെ അത് ഓരിച്ചു കൊടുത്തു. ഒരു ദിവസം പോലും നിങ്ങൾക്ക് ബാധിച്ചില്ല. വഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാ നസ്തറഹ്തു, ഇപ്പം ഞാൻ റാഹത്തായി, ഇപ്പോഴാണ് എനിക്ക് റാഹത്തായത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പം വദിറുഹു മർഹൂനത്തും ഫീ നഫഖത്തി ഇയാലി, നബി തങ്ങൾ ചെലവെടുക്കേണ്ടവരുടെ നഫഖയിലായും കൊണ്ട് നബി തങ്ങൾ അങ്കി പണയം വെച്ചിക്കുക. നബി തങ്ങൾ ഇത്രയും പണം വന്ന നബി തങ്ങൾക്ക് അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ പണയം വാങ്ങേണ്ടി വന്നു. ദാരിദ്ര്യമല്ല ഉള്ളത് കൊടുത്തത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ വരാൻ പോകുന്നുണ്ട്. നബി തങ്ങൾ സാധാരണ ചെലവുകൾ, വസ്ത്രം, മസ്കന്, അതാ ഖാലിയാദ് പറയാണ്, വക്തസറ മിൻ നഫഖതിഹി വമൽബസിഹി വമസ്കനിഹി അലാ മാ തദഉ ളറൂറതുഹു ഇലൈഹി വസഹിദ ഫീമാ സിവാ, അത്യാവശ്യമുള്ളതായ ചെലവ്, അത്യാവശ്യമുള്ളതായ ഭക്ഷണം, അത്യാവശ്യമുള്ളതായ വസ്ത്രം, അത്യാവശ്യമുള്ളതായ താമസിക്കാനൊരു കൂര, ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടു. അതല്ലാത്തെല്ലാം സാഹിദായി. അന്ന് കിസ്റയ്ക്കും കൈസറിനും വലിയ വലിയ കൊട്ടാരങ്ങളുണ്ടെങ്കിൽ അതിലേറെ വലിയ കൊട്ടാരം പണിയാൻ കഴിയാത്തത് കൊണ്ടല്ല, വേണ്ടാന്ന് വെച്ചതാണ്. فقال يلبس ما وجده فيلبس في الغالب الشملة والكساء الخشنة والبرد الغليظة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ വളരെ ഉരമുള്ളതായ പുതപ്പുകൾ, നബി തങ്ങൾ ഈ ചണത്തിൻ്റെ തുണികൾ, ചാക്കുന്നൂരുണ്ടാക്കുന്ന അതുകൊണ്ടുണ്ടാക്കുന്ന പടങ്ങൾ, പുതപ്പുകൾ, വളരെ ഉരമുള്ള പുതപ്പുകൾ നബി തങ്ങൾ ഉപയോഗിക്കും. എപ്പോഴാണ് ഓരി ഉപയോഗിക്കുന്നത്? വേറെ കിട്ടാത്തോണ്ടോ? വയഖ്സിമു അലാ മൻ ഹളറഹു അഖ്ബിയത ദീബാജ് അൽ മുഖവ്വസത ബിദ്ദഹബ്,
സ്വർണം കൊണ്ട് വക്ക് വെക്കപ്പെട്ടതായ തുന്നി ഭംഗിയാക്കപ്പെട്ടതായ പട്ടിൻ്റെ കോട്ടുകൾ നബി തങ്ങൾ ഓരിച്ചു കൊടുക്കണേ. നബി തങ്ങൾക്കും അവകാശമുള്ളത് തന്നെയാണത്. നബി തങ്ങൾക്കും കുടുംബത്തിനും അവകാശമുള്ള മുതലാണ്. ഏത് മുതൽ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അതിൻ്റെ അവകാശം. അതേപറ്റി വിശദമായ ചർച്ചകൾ വരുന്നുണ്ട്. ഗനീമത്ത് മുതൽ നബി തങ്ങൾക്ക് അവകാശമുണ്ട്. നബി തങ്ങൾക്ക് വലിയ അവകാശമുണ്ട് ഗനീമത്തിൽ. ഫയ്യ് മുതൽ മുഴുവനും നബി തങ്ങൾക്കാണ്. സക്കാത്താണ് നബി തങ്ങൾ ഉപയോഗിക്കാത്തത്, സ്വതക്കയാണ് നബി തങ്ങൾ ഉപയോഗിക്കാത്തത്. ഹദിയകൾ നബി തങ്ങൾ ഉപയോഗിക്കും. അധിക രാജാക്കന്മാരും നബി തങ്ങൾക്ക് ഹദിയാണ് കൊടുത്തയക്കല്. അങ്ങനെയുള്ള സ്വർണം കൊണ്ട് വക്ക് വെക്കപ്പെട്ടതായ പട്ടിൻ്റെ കോട്ടുകൾ നബി തങ്ങൾ വീതിക്കുന്നു. സദസ്സിൽ ഇല്ലാത്തവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു വെക്കുന്നു. അബൂ മഖ്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുണ്ട്, മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നില്ല. നബി തങ്ങളുടെ അടുക്കലേക്ക് കുറേ കോട്ടുകൾ വന്നിട്ടുണ്ട്, നല്ല നല്ല കോട്ടുകൾ. മകനെ വിളിച്ചു, മകനോട് പറഞ്ഞു നമുക്ക് നബിൻ്റെ അടുക്കലേക്ക് പോകണം. നബി തങ്ങളുടെ അടുക്ക് ധാരാളം വസ്ത്രങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല കോട്ടുകളുണ്ട്, തണുപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന. പോണം. മിസ്വർ എന്നാണ് മകൻ്റെ പേര്. മിസ്വർ റളിയല്ലാഹു അൻഹു അബൂ മഖ്രിമ റളിയല്ലാഹുവിനെയും കൊണ്ടുപോയി നബി തങ്ങളുടെ അടുക്കലേക്ക്. നബി തങ്ങൾ ഉള്ളിലാ. മോനോട് പറഞ്ഞു, നബി തങ്ങൾ നിനക്ക് വേണ്ടി വിളിക്ക്. അപ്പോൾ നമ്മൾ അത്രയും ബന്ധാണ്. അപ്പോൾ മഖ്രിമക്ക് നബി തങ്ങളോട് അത്ര ഇഷ്ടമാണ്. നബി തങ്ങൾക്ക് മഖ്രിമയോടും ഇഷ്ടമാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു ഒരു കോട്ടുമായി. ആ കോട്ടിൻ്റെ എല്ലാ അവസ്ഥകളും നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി, അതിൻ്റെ മേന്മ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് കയ്യിൽ കൊടുത്തു. നബി തങ്ങൾ നോക്കി. അപ്പം മഖ്രിമ പറയാണ്, റളിയ മഖ്രിമ. മഖ്രിമക്ക് പൊരുത്തായി, തൃപ്തിയായി, സന്തോഷമായി. സ്വക്കലയ ഹദീസാണ്, ബുഖാരിയുള്ള ഹദീസാണ് ഈ പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളവർക്ക് കൊടുത്തും ഇല്ലാത്തവർക്ക് എടുത്തു വെച്ചും വലിയ വലിയ വിലപിടിപ്പുള്ള കോട്ടുകൾ കൊടുക്കുമ്പോഴാണ് നബി തങ്ങൾ ക്ഷണത്തിൻ്റെ കോട്ട് ധരിക്കുന്നത്, വരമുള്ള വസ്ത്രം ധരിക്കുന്നത്. ഇതിൽ മുബാഹാത്തു ഫിൽ മലാബിസി വത്തസയ്യുനു ബിഹാ ലൈസത് മിൻ ഖിസാലി ശറഫി വൽ ജലാല. വലിയ വസ്ത്രങ്ങൾ ധരിക്കൽ, അതുകൊണ്ട് പൗറടിച്ചൽ, അതൊന്നും യഥാർത്ഥത്തിൽ ഷറഫുള്ള സംഗതിയല്ല. വഹിയ മിൻ സിമാത്തിൻ നിസാ. അത് സ്ത്രീകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ആവശ്യത്തിനുള്ളത് ധരിക്കണം, മറ്റുള്ളവർക്ക് ഒത്താശ ചെയ്യണം. അതാണ് പവർ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് പറയാണ്, വമൻ മലക്കൽ അർള വജുബിയ ഇലൈഹി മാ ഫീഹാ വതറക ദാലിക സുഹ്ദൻ വതനസ്സുഹാ ഫഹുവ ഹായിസുൻ ബിഫളിലത്തിൽ മാൽ. ലോകത്തുള്ള ഭൂമിയെ മുഴുവനും ഭരിക്കുകയും അറേബ്യൻ നാടും അതിൻ്റെ അടുത്തുള്ള നാടുകളും മുഴുവനും ഉടമസ്ഥപ്പെടുത്തുകയും അതിൽ നിന്നെല്ലാം ധാരാളം സമ്പത്തുകൾ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. എന്നിട്ട് അതൊന്നും ഉപയോഗിക്കാതെ സുഹൃദിന് വേണ്ടി മാറ്റി നിർത്തുകയും അതിൽ തൊട്ടെല്ലാം മാറി നിൽക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് ധാരാളമായി കൊടുത്തു. അവരാണ് ഫളീലത്തുള്ളവർ. അതാണ് ബഹുമാനം, അതാണ് ആദരവ്, അതിനേക്കാണ് ശ്രേഷ്ഠത ഉള്ളത്. ومالك للفخر بهذه الخصلة إن كانت فضيلة زائدة عليها في الفخر ومعرك في المدح بإضراب عنها وزهده في فانها وبذلها في مظانها. ധാരാളം ഉണ്ടായി, അത് ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് കൊടുത്തു. അതാണ് ഫള്. ഉപയോഗിക്കുന്നതിൽ ഫള് ഉണ്ടെങ്കിൽ തന്നെ മഹാനവർകൾ ഖാദിയാദ് പറയാണ്, ഉപയോഗിക്കുന്നതിൽ സ്വയം ഉപയോഗിക്കുന്നതിനും സ്വയം ഉപയോഗപ്പെടുത്തുന്നതിലും അത് ആസ്വദിക്കുന്നതിനും ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അതിലും വലിയ ശ്രേഷ്ഠത. സ്വയം ആവശ്യത്തിന് ഉപയോഗിച്ചു മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിച്ച് അത് കണ്ട് ആനന്ദിക്കലാണ് ഏറ്റവും വലിയ ഫളീലത്ത്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെയും സമ്പത്ത് വെറുതെ കൊടുക്കൽ, വെറുതെ സ്വീകരിക്കൽ, ഫ്രീ സ്വീകരിക്കൽ നബി തങ്ങൾക്ക് തൃപ്തിയില്ലാത്ത കാര്യമാണ്. ഹിജ്റ ഏറ്റവും വലിയ സംഭവം. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകുമ്പോൾ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി. വിശാലമായ ഹദീസാണ്, അതെല്ലാം നമ്മൾ ഇതിനോട് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതെല്ലാം നോക്കി പഠിക്കണം. അതിലെല്ലാം ഇതിൻ്റെ വിഷയങ്ങളുണ്ട്. സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബുഖാരിൽ തന്നെ പല ഭാഗത്ത് വന്ന ഹദീസ്. ഹിജ്റക്ക് അനുമതി കിട്ടി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ചെല്ലുന്ന എല്ലാ സമയത്ത് ഉച്ച സമയത്ത് ചെന്നു. സാധാരണ രാവിലെയോ വൈകുന്നേരവുമാണ് ചെല്ലൽ. വരുന്നത് കണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തോ മാ ജാഅന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആദിഹി സാഅ ഇല്ലാ ലി അംരിൻ ഹദസ. എന്തോ പ്രത്യേക സംഗതിക്ക് വേണ്ടിയാണ് ഈ സമയത്ത് റസൂൽ വരുന്നത് ഉച്ചക്ക്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് റസൂൽ കയറി ചെന്നു. നബി തങ്ങൾ പറഞ്ഞു, അഖ്രിജ് മൻ ഇൻദക്, ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് ഒന്ന് പുറത്തു പോകാൻ പറയും, കുറച്ച് സ്വകാര്യം പറയാണ്ട്. അപ്പം ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ആകെ ഉള്ളത് എൻ്റെ 2 മക്കളാണ്, ഒന്ന് ആയിഷയാണ്, ഒന്ന് അസ്മാണ്. ആയിഷ നിങ്ങളുടെ ഭാര്യയാണ്, ഒരു പ്രശ്നമില്ല, പറഞ്ഞോളി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അശഅർത അന്നഹു ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടാനുള്ള സമ്മതം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, തങ്ങളോട് കൂടെ ഞാനും പോരാണ്. വേറെ ഒന്നും ചിന്തിച്ചില്ല. അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, പലരുള്ള ആളാണ്, ഞാനും കൂടെ പോരാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സുഹ്ബത, കൂടെ കൂടാനുള്ള അനുമതി നൽകി. അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ഇന്ദി നാഖതൈനി അഅദത്തുഹുമാ ലിൽ ഖുറൂജ് ഫഖുദ് ഇഹ്ദാഹുമാ. ഞാൻ എൻ്റെ അടുക്കൽ 2 ഒട്ടകമുണ്ട്, അത് രണ്ടും നമുക്ക് ഹിജ്റ പോകാൻ വേണ്ടി ഞാൻ തയ്യാർ ചെയ്തതാണ്. 4 മാസമായി, ചില റിവായത്തിൽ അങ്ങനെ ബുഖാരി തന്നെ അതുണ്ട്, 4 മാസമായി ഞാനത് വാങ്ങിയിട്ട് യാത്രക്ക് അനുയോജ്യമായ നിലക്ക് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 2 ഒട്ടകം എൻ്റെ അടുത്തുണ്ട്. ഫഖുദ് ഇഹ്ദാഹുമ, അത് 2 1 തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, തങ്ങൾ പിടിക്കണം. ഖാല അഖത്തുഹാ ബിസ്സമൻ, അത് ഞാൻ എടുത്തു വിലക്ക് പകരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച കസ്വ എന്ന ഒട്ടകമായിരുന്നു എന്നുള്ളതാണ് റാജിഹ്. അതല്ല ജദ് ആണെന്നും ചില റിവായത്തുകളിൽ കാണാം. വേറെ ഒട്ടകത്തിൻ്റെ പേരാണ് ജദ്. കസ്വ ആയിരുന്നു എന്നുള്ളതാണ് റാജിഹ്. അത് വാങ്ങിയതെത്ര? وأنها وعند الواقدي أن الثمن كان 800. ഇമാം വാഖിദി ഈ ചരിത്രകാരനാണ്. അവർ പറയുന്നത് ആ വാങ്ങിയത് 800-നാണ്. 800 ദിർഹം, എനിക്ക് 800 ദിർഹം കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തെ വാങ്ങുന്നത്. വലിയ സംഖ്യയാണ്, കിലോ കണക്കിനുള്ള വില വെള്ളിയാണ് ആ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി. അവർക്ക് വഴിയാത്രക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുക്കാൻ അവരോട് കൂടെ കൂട്ടിയിരുന്ന അബ്ദുല്ലാഹിബിന് ഉരീഖത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ അന്ന് മുശ്രിക്കായിരുന്നു, പിന്നീട് മുസ്ലിമായി എന്ന് ഇമാം നബി പറയുന്നുണ്ട്, അല്ല ഇമാം ദഹബി പറയുന്നുണ്ട്, പിന്നീട് മുസ്ലിമായി. ഇമാം നബി പറയുന്നത് മുസ്ലിം ആയിട്ടില്ല എന്നാണ്. എന്തായാലും അന്ന് മുശ്രിക്ക അബ്ദുല്ലാഹിബിന് ഉരീഖത്ത് അദ്ദേഹത്തിനെ കൂലിക്ക് വിളിക്കുകയാണ്. അതാരാ വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വസ്തജറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബൂബക്കറിൻ റജുലൻ മിൻ ബനിദ്ദീൽ. ബനുദ്ദീൽ പെട്ടതായ ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 ആളും കൂടി കൂലിക്ക് വിളിച്ചു. ഒരാളത് വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ പോകുമ്പോൾ നബിയുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഈ അബ്ദുല്ലാഹിബ്നു ഉരീഖത്തുണ്ട്. അതോടുകൂടെ തന്നെ നബി തങ്ങളുടെ അടിമയായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന അടിമയുമുണ്ട്. ഒരു 3 ആളുമാണ് പോകുന്നത്. ആമിറിനെ കൂടെ കൂട്ടിയിട്ടുള്ളത് ഖിദ്മത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ഇവർ 4 ആളാണ് പോകുന്നത്. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാനും ദിവസങ്ങൾ ഖുബയിൽ താമസിച്ചു.
പിന്നീട് അവിടെ നിന്ന് നബി തങ്ങളെ ഇപ്പോഴുള്ള പള്ളിയുള്ള സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. വലിയ സംഭവമാണ്, ബുഖാരി ഹദീസുണ്ട്. അവിടെ നബി തങ്ങൾ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്കുള്ള സ്ഥലം എടുക്കുകയാണ്. അഫ്രാ എന്നവരുടെ 2 കുട്ടികളായ സഹലും സുഹൈലും അവർ രണ്ടാളെയും വിളിച്ചു വരുത്തി. അവർ രണ്ടാളും പറഞ്ഞു, ഞങ്ങൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയി നൽകിയിരിക്കുന്നു, വില വേണ്ട. നബി തങ്ങൾ പറഞ്ഞു, വിലക്കെന്നെ മതി. അൻസാറുകൾ പറഞ്ഞു, വില ഞങ്ങൾ കൊടുത്തോളാം, പറ്റൂല, വിലക്ക് ഞാൻ വാങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ദീനാർ വില നിശ്ചയിച്ചാണ് അത് വാങ്ങിയത്. ഒരാളുടെയും ഔദാര്യം റസൂലുള്ളാഹി സ്വീകരിച്ചിട്ടില്ല. പിന്നെ വലിയ വലിയ ആളുകൾക്ക് കൊടുക്കുന്ന ഹദിയകൾ, അത് സ്വീകരിക്കാത്ത മനുഷ്യനുമല്ലല്ലോ, അത് റസൂലുള്ളാഹി സ്വീകരിച്ചിട്ടുണ്ട്, ഹദിയ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അന്തസ്സുള്ളവരായി മദീനയിൽ ജീവിച്ചു. മദീനയിൽ എത്തരോട് കൂടെ തന്നെ നമ്മുടെ പല ഉസ്താദന്മാരും ധരിക്കുന്ന മാതിരി മക്കയിൽ നിന്ന് മദീനയിലേക്ക്, ഒരു നാട്ടിൽ നിന്ന് ഒരു ഉസ്താദിനെയും മക്കളെയും ഒരു പള്ളിയിലേക്ക് ദർസ്, ഉസ്താദിനെയും വിദ്യാർത്ഥികളെയും മുതഅല്ലിമീങ്ങളെയും ഒരു പള്ളിയിലേക്ക് ദർസെടുത്താൻ കൊണ്ടുപോകുന്നമാർ പോയതാണെന്ന് മനസ്സിലാക്കരുത്. മദീനയിൽ വെച്ച്, മക്കയിൽ വെച്ച് അൻസാറുകളുമായി കരാറിലേർപ്പെട്ടു. അതിവിശാലമായ കരാറുകൾ. അവരെന്തെല്ലാം നബി തങ്ങൾക്ക് ഒരുക്കണം, എന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. അബ്ബാസ് റളിയല്ലാഹു കരാർ ചെയ്തുമ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഞങ്ങളെ ബനൂ ഹാഷിമിൻ്റെ ഇടയിൽ വളരെ സുരക്ഷിതനാണ്, ശത്രുക്കൾ ധാരാളമുണ്ട്, സ്വാതന്ത്ര്യം കുറവുണ്ട്, എന്നാലും ഞങ്ങളടിയിൽ വല്ല കളിയൊന്നും നടക്കൂല, ഞങ്ങൾ വേണ്ടതുപോലെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം നൽകി എല്ലാ നിലക്കും സംരക്ഷിക്കുമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കാം. അങ്ങനെ അവിടുത്തെ ഭരണാധികാരിയായി നബി തങ്ങളെ കൊണ്ടുപോവുകയാണ്. നബി തങ്ങളെ കൊണ്ട് മുസ്ലിമായി കഴിഞ്ഞാൽ ആ നബിയായിരിക്കും അവിടുത്തെ ഭരണാധികാരി, പിന്നീട് മറ്റൊരു ഭരണാധികാരി ഇല്ല. അതാണ് ഖാദിയാൾ പറഞ്ഞത്, ഇന്ന പ്രദേശങ്ങളെല്ലാം നബി തങ്ങളെ ഭരണത്തിൻ കീഴിലായി. അങ്ങനെ കരാർ ചെയ്ത് കൊണ്ടുപോയി അവിടെ അന്തസ്സോടുകൂടെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരെടുത്തുണ്ടായിരുന്ന 6000-7000 ദിർഹമുമായാണ് പോയത്, പണവുമായാണ് പോയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആടുകൾ, ഒട്ടകങ്ങൾ അതെല്ലാം മദീനത്തുണ്ട്. ദിർഹം ഒന്നും ബാക്കിയാക്കാതെ മുഴുവൻ എടുത്തു കൊണ്ടുപോയി. 2 ഒട്ടകത്തിൻ്റെ പോലും വഴിയാത്രക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഒരു ആടിനെ ചുട്ട് അത് ശരിക്ക് പാക്ക് ചെയ്തു. അത്യാവശ്യം മറ്റുള്ള സാധനങ്ങളും പാക്ക് ചെയ്ത് ഒട്ടകപ്പുറത്ത് വെച്ച് കൊടുത്താണ് കൊണ്ടുപോയത് എന്ന് ബുഖാരിയുടെ ഹദീസിൽ കാണാം. ഹിജ്റ പോകുമ്പോഴുള്ള ഘട്ടം അങ്ങനെയാണ്. എന്നല്ലാതെ വഴിയിൽ ആരോടും കൈ കാട്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും പ്രതീക്ഷയോ അല്ല പോയത്. നബി തങ്ങൾ മക്കയിലാകുമ്പോഴും ഹിജ്റ പോകുമ്പോഴും ആവശ്യത്തിനുള്ള പൈസ റസൂലുള്ളാഹിയുടെ അടുക്കലുണ്ട്. മദീനത്തെത്തിയോട് കൂടെ നബി തങ്ങൾ പിന്നെ ഭരണാധികാരിയായിട്ടുമുണ്ട്.